ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ കൂലി എന്ന മൂവിയുടെ ഒഫീഷ്യൽ ട്രെയിലർ റിലീസ് ആയിരിക്കുകയാണ്. നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ഫിലിമാണിത്. എന്നാൽ നമ്മൾ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ഒരു വാർത്തയാണ് വന്നിരിക്കുന്നത്. ഈ ഫിലിം അഡൾട്ട് ഓൺലിയാണ്. അതായത് രജനീകാന്തിന്റെ വളരെ റെയർ ഉള്ള ഫിലിമിൽ വന്നിരിക്കുന്നതാണ്. സർട്ടിഫിക്കറ്റ് ഉള്ള പടമാണിത്. അപ്പൊ നമുക്ക് ഊഹിക്കാം ഇത് എത്രത്തോളം വയലൻസ് ഉള്ള ഈ പടമായിരിക്കും. അതുപോലെ തന്നെ നല്ല പക്ക മാസ് എന്റർടൈൻമെന്റ് പടമായിരിക്കും. അത് ഷുവറാണ്. നമ്മളെല്ലാവരും ട്രെയിലർ കണ്ടിട്ടുണ്ടാകും. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായ കാര്യമായിരിക്കും എത്രത്തോളം അതിൻ്റെ അകത്ത് എന്റർടൈൻമെന്റും ക്യൂരിയസും ആയിരിക്കും ഈ പടം എന്നുള്ളത്. എന്നാൽ നമുക്ക് ഇനിയും കാത്തിരിക്കേണ്ടതായിട്ട് വരും. നമുക്ക് ഓഗസ്റ്റ് 14 തീയതിയാണ് പടത്തിന്റെ റിലീസ് വരുന്നത്. അപ്പൊ അതുവരെ നമുക്ക് ആശ്വസിക്കാൻ ഈ ട്രെയിലറാണ് നമുക്കുള്ളത്. ലോകേഷ് കനകരാജിന്റെ 2023 ലിയോ എന്ന ഫിലിമിന് ശേഷം പക്ക മാസായിട്ട് വന്നിരിക്കുന്ന ഒരു അടിപ്പൻ പടം തന്നെയാണ് നമ്മുടെ കൂലി എന്നുള്ളത്. നമുക്ക് ട്രെയിലറിൽ നിന്ന് വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിന്റെ മറ്റൊരു ഹൈലൈറ്റ് എന്താണെന്നല്ലേ, നമ്മുടെ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് കൂടാണ്ട് നമ്മുടെ മലയാളത്തിൽ നിന്നും ഒരാൾ കൂടിയുണ്ട് ഈ ഫിലിമില്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ സൗബിനാണ്. സൗബിന്റെ ക്യാരക്ടർ വെച്ചിട്ട് നമുക്കറിയാം ആ പടം എത്രത്തോളം ആയിരിക്കും. എന്നാൽ നമ്മുടെ ഈ ഫിലിമിന്റെ അകത്ത് സൗബിൻ തകർത്താടിയിരിക്കുകയാണ്. നമുക്ക് ആ ട്രെയിലർ കാണുമ്പോൾ തന്നെ അറിയാം അത്രത്തോളം ക്യൂരിയസ് ആണ് ഓരോ മൊമെന്റ്സും നമുക്ക് കാണുമ്പോൾ. അപ്പൊ നമുക്ക് ഊഹിക്കാം എത്രത്തോളം വരും ഈ ഫിലിം എന്ന്. അത് കൂടാണ്ടോ നമുക്കിതില് മെയിൻ ആയിട്ടുള്ള ഒത്തിരി അധികം ക്യാരക്ടേഴ്സ് അത് വരുന്നത്. നാഗാർജുനയുണ്ട് ഇതിൻ്റെ അകത്ത്. ദെൻ അമീർ ഖാൻ ഉണ്ട്. നമ്മുടെ ഹിന്ദിയിൽ നിന്നും നമുക്ക് അമീർ ഖാൻ ഉണ്ട് ഇതിൻ്റെ അകത്ത്. ദെൻ ഉപേന്ദ്ര റായ് ഉണ്ട്. ശിവകാർത്തികേയൻ ഉണ്ട്. ദെൻ നമുക്ക് ഇതിൻ്റെ അകത്തെ ആക്ട്രസ് ആയിട്ട് വരുന്നിരിക്കുന്നത് ശ്രുതി ഹാസൻ ആണ്. എനിക്കറിയില്ല എത്രത്തോളം ശ്രുതി ഹാസൻ അതിൽ റോള് നല്ല രീതിയിൽ വരുമെന്ന്. കാരണം ഇതുവരെയുള്ള ശ്രുതി ഹാസന്റെ ഫിലിമിലൊക്കെ എനിക്കൊരു ഒപ്പീനിയൻ തോന്നിയിട്ടുള്ളത് അത്ര കണ്ടങ്ങ് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു അഭിനയമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഒരു പടത്തിൽ. നമ്മുടെ ഏഴാവരവൊക്കെ പറഞ്ഞ പടങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അതിലൊക്കെ നമുക്ക് അത്ര അങ്ങ് കണ്ട് ഒരു ഇതായിട്ട് തോന്നിയിട്ടില്ല. എന്നാൽ നമുക്ക് ഇതില് കുറച്ചും കൂടെ നല്ല രീതിയിലുള്ള കാര്യങ്ങൾ പ്രതീക്ഷിക്കാം എന്നാണ് നമുക്ക് ട്രെയിലറിൽ നിന്ന് വ്യക്തമാവുന്ന ഒരു കാര്യം. ശ്രുതി ഹാസൻ കൂടാതെ നമുക്ക് ഇതിലുള്ള ആക്ട്രസ് പൂജയുണ്ട്, ദീപ മോണിക്ക ഒക്കെയാണ് ഇതിൽ മെയിനായിട്ടും ഉള്ളവര്. അതിൽ നമുക്ക് ഈ ഒരു ഫിലിം നമ്മളുടെ കുറച്ച് ട്രെയിലർ കാണുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാവുന്ന ഒരു കാര്യം, അതിൽ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടും ഫാമിലിയുടെയും ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെയും ആയിട്ടുള്ള റിലേഷൻസ് വെച്ചിട്ട് അതിലെ ഒരു ഇമ്പാക്റ്റ് കാണിക്കുന്ന ഒരു മൂവിയാണെന്ന് നമുക്ക് കുറച്ചൊക്കെ ട്രെയിലറിൽ നിന്ന് വായിച്ചെടുക്കാവുന്നതാണ്. എന്നിരുന്നാലും നമുക്ക് വഴിയെ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഫിലിം നമുക്ക് കാണാൻ പോകുന്നത്. ഏകദേശം 350 കോടി ബഡ്ജറ്റിലാണ് ഈ ഒരു പടം സൺ TV പ്രൊഡക്ഷൻസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ തന്നെ നമുക്ക് ഊഹിക്കാം പടത്തിന് എത്ര വ്യാപ്തി ഉണ്ട് എന്നുള്ളത്. അതുകൂടാണ്ട് ഇത്രയും അധികം താരനിരകൾ ഒന്നിക്കുന്ന ഒരു സൂപ്പർ മാസ് എന്റർടൈൻമെന്റ് മൂവി കൂടിയാണ് ഇത്. അപ്പൊ നമ്മുടെ സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ ഒരു മാസ് എൻട്രിക്കായിട്ട് ഓഗസ്റ്റ് 14 വരെ കട്ട വെയിറ്റിംഗ് ആയിട്ട് കാത്തിരിക്കാം. അതുവരേക്കും ബൈ ബൈ.